2014 ബ്രസീലിനെ അവരുടെ സ്വന്തം തട്ടകത്തിൽ 7 ഗോളുകൾക്ക് തകർത്ത് ഫൈനലിൽ അർജന്റീനയുടെ നെഞ്ചു പിളർന്ന് ലോക കിരീടം ചൂടിയ ഒരു ജർമ്മൻ പടയുണ്ടായിരുന്നു. ലോക ഫുട്ബോളിലെ ഏറ്റവും ഭയക്കേണ്ട സാമ്രാജ്യം. പക്ഷേ കളി മാറി. 2022 ഖത്തർ ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നാണംകെട്ട് പുറത്തായപ്പോൾ ഫുട്ബോൾ ലോകം ആ പഴയ രാജാക്കന്മാരെ നോക്കി പരിഹസിച്ചു. ജർമ്മൻ യുഗം അവസാനിച്ചു എന്ന് വിധിയെഴുതി. പക്ഷേ അവർ മറന്നുപോയി, ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ജർമ്മൻ രക്തത്തിന്റെ ശീലം. 2026 ലോകകപ്പ് ആദ്യ മത്സരത്തിൽ തന്നെ അവരത് തെളിയിച്ചു കഴിഞ്ഞു. ഒന്നിനെതിരെ 7 ഗോളുകൾക്ക് ക്യുറാക്കോയെ തരിപ്പണമാക്കിക്കൊണ്ട് അവർ വേട്ട തുടങ്ങിക്കഴിഞ്ഞു. 2014 ബ്രസീലിനെതിരെ കണ്ട അതേ ഭീകരരൂപം. ഇത് പഴയ തകർന്നടിഞ്ഞ ജർമ്മനിയല്ല, ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന നാഗൽസ്മാന്റെ പുതിയ ജർമ്മൻ പടയാണ്. ഖത്തറിലെ പരാജയത്തിന് ശേഷം ജർമ്മൻ ടീമിൽ വന്ന ഏറ്റവും വലിയ മാറ്റം അത് അവരുടെ ഹെഡ് കോച്ചാണ്, ജൂലിയൻ നാഗൽസ്മാൻ. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച യുവ തന്ത്രശാലികളിൽ ഒരാളായ നാഗൽസ്മാൻ ജർമ്മൻ ടീമിന്റെ കളിശൈലി തന്നെ മാറ്റിമറിച്ചു. കൃത്യമായ പ്ലാനിങ്ങും അറ്റാക്കിംഗ് ഫുട്ബോളും ഒപ്പം ചെറുപ്പക്കാരായ കളിക്കാർക്ക് കൂടുതൽ അവസരവും നൽകിക്കൊണ്ട് ഒരു അപാര ടീമിനെ തന്നെയാണ് അദ്ദേഹം ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. ജർമ്മനിയുടെ ഇത്തവണത്തെ കീ പ്ലേയേഴ്സിനെ നോക്കിയാൽ ജമാൽ മുസിയാല, ജർമ്മനിയുടെ വണ്ടർ കിഡ്. പന്ത് കാലിൽ കിട്ടിയാൽ ഡിഫൻഡർമാരെ ഡാൻസ് കളിപ്പിക്കുന്ന മനോഹരമായ ഡ്രിബ്ലിംഗ് സ്കിൽ. ആദ്യ കളിയിലും താരം ഗോൾ നേടിയിട്ടുണ്ട്. ഫ്ലോറിയൻ വിറ്റ്സ്, ലിവർപൂളിലേക്ക് റെക്കോർഡ് തുകക്ക് മാറിയ താരം. മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കാനും ഏത് ഇടുങ്ങിയ സ്പേസിൽ നിന്നും പാസുകൾ നൽകാനും വിറ്റ്സിന് പ്രത്യേക കഴിവാണ്. കായ് ഹാവർട്സും ഡെന്നിസ് ഉണ്ടാവും. ആദ്യ മത്സരത്തിൽ തന്നെ ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ ഹാവർട്സും സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് ഗോളും അസിസ്റ്റുമായി കളം നിറഞ്ഞ ഉണ്ടാവുമാണ് ഇത്തവണ ജർമ്മനിയുടെ അറ്റാക്കിംഗ് കരുത്ത്. ജോഷുവ കിമ്മിച്ച് ഈ ടീമിന്റെ ക്യാപ്റ്റൻ. അനുഭവ സമ്പത്തും കൃത്യതയാർന്ന പാസുകളുമായി മിഡ്ഫീൽഡിലെ ജർമ്മൻ എഞ്ചിൻ ഇദ്ദേഹമാണ്. ഒപ്പം ഗോൾ വല കാക്കാൻ ഇതിഹാസ താരം മാനുവൽ നോയറുടെ തിരിച്ചുവരവും. പ്രതിരോധത്തിൽ അന്റോണിയോ റൂഡിഗറും ഷ്ലോട്ടർബക്കും കൂടിയാവുമ്പോൾ ടീം കംപ്ലീറ്റ് ആവും. ആദ്യ മത്സരത്തിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ജർമ്മനി ഇത്തവണ കപ്പടിക്കുമോ? ആദ്യ കളിയിലെ 7-1 വിജയം വെറുമൊരു തുടക്കം മാത്രമാണ്. ക്വാളിറ്റി പ്ലേയേഴ്സിന്റെ ഒരു വൻ നിരയും നാഗൽസ്മാന്റെ ടാക്ടിക്സും ചേരുമ്പോൾ ഇത്തവണ ജർമ്മനിയെ തോൽപ്പിക്കുക അത്ര എളുപ്പമാകില്ല. കോട്ട പോലെയുള്ള പ്രതിരോധവും മിന്നൽ വേഗത്തിലുള്ള അറ്റാക്കും അവരെ ടൂർണമെന്റിലെ ഏറ്റവും വലിയ ഫേവറിറ്റുകളായി മാറ്റുന്നുണ്ട്. ആദ്യ മത്സരത്തിലെ ഈ തകർപ്പൻ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജർമ്മനി ഇത്തവണ 5ാം ലോക കിരീടം മുത്തമിടുമോ? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.